എടുത്തു പറയേണ്ട ഒരാളാണ് ഷൈജൻ. ഷൈജു സോറി, എനിക്ക് പേര് വെക്കാൻ ഷൈജൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഷൈജൻ എനിക്ക് കസിനുള്ള എൻ്റെ വല്ലാണ് അങ്ങനെ ഒരു ബന്ധം. എനിക്കങ്ങനെ ഒരു ഏറ്റവും ഒരു സ്മരിക്കുന്നത് നന്നായിട്ട് എന്താ പറയുക, എനിക്കൊരു നന്ദി പറയേണ്ട ഒരാളാണ് ഷൈജൻ. സോറിട്ടാ അങ്ങനെ വരുള്ളൂ. അത് ഷൈജു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഒരു സംഭവം എൻ്റെ മനസ്സിലുണ്ട്. ഷൈജു ഇങ്ങനെ ഒരു തീം എൻ്റെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യണം. അപ്പോൾ ഷൈജൻ ഞാൻ എന്താ ചെയ്യേണ്ടത് ചേട്ടാ, അപ്പോൾ നിനക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്, പ്രത്യേകിച്ച് പറയാറുണ്ടോ, പൈസ ഇറക്കണം ഇത്ര തന്നെ എന്ന് പറഞ്ഞ് അതാണ് അത്ര വരും. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബാലൻ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ കുറച്ച് ഞാൻ സഹായിക്കാം, അങ്ങനെ 3 പേരെ കൊണ്ട് ചെയ്യാമെന്നും പറഞ്ഞ് അങ്ങനെ ഇത് പറഞ്ഞപ്പോൾ തന്നെ അത് കുഴപ്പമില്ല ചേട്ടാ, ചേട്ടൻ എന്താണ് ചെയ്തത്, ചേട്ടൻ എന്താണ് ചെയ്തൊരു കുഴപ്പമില്ല, ഞാൻ ഏത് രീതിയിൽ സഹകരിക്കാൻ തയ്യാറെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു അവിടെ ഒരു വർക്കായി സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഒരു നന്ദി എനിക്കുണ്ട്. പിന്നെ എന്നോട് പറഞ്ഞു ചോദിച്ചേട്ടാ ഞാൻ ഇത് പൈസ തരാം, പക്ഷെ ഒരു കാര്യത്തിലും ഞാൻ വരില്ല, ഒക്കെ ചേട്ടൻ്റെ ഇഷ്ടം, ഒരു അഭിപ്രായം പറയാൻ ഞാൻ വരില്ല, ചേട്ടൻ്റെ യുക്തി എന്താ വെച്ചാൽ അതുപോലെ ചെയ്തോളണം, എന്നോടൊന്നും ചോദിക്കാൻ നിൽക്കരുത്. പിന്നെ ഇതിൽ അഭിനയിച്ച ആ പെൺകുട്ടി കീർത്തു, ഇദ്ദേഹത്തിൻ്റെ മകളാണ്. എനിക്ക് ആദ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കൊച്ചങ്ങനെ ആദ്യം സംസാരിക്കുന്നില്ല, ഇതിങ്ങനെ എന്തിനും വെച്ച് മിണ്ടൊക്കെ പരിചയമുണ്ടെങ്കിൽ മാത്രമേ ആൾ സംസാരിക്കുള്ളൂ, അല്ലെങ്കിൽ സംസാരിക്കില്ല. പിന്നെ അപ്പം എനിക്ക് സംശയം ഉണ്ടായിരുന്നു ചെയ്യുമോ. പിന്നെ ഞങ്ങൾ വേളാങ്കണ്ണിക്ക് പോയി, ഫാമിലിയായിട്ട് ഒരു ഫാമിലിക്ക് പോയപ്പോൾ ഞാൻ എൻ്റെ കണ്ണും മൊത്തം ഈ കൊച്ചിൻ്റെ കയ്യിലാണ്. ഈ കൊച്ചി എന്ത് ചെയ്യുന്നു, എങ്ങാട്ട് തിരിഞ്ഞ് എന്ത് പറയുന്നു, അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമുക്ക് പറ്റിയ ആൾ തന്നെയാണ്. കാരണം ഷൈജനടുത്ത് അടിച്ച് കീറണ അവൾ, ഒച്ചയും ബേഗകളും ഇടിയും. അപ്പം എനിക്ക് മനസ്സിലായി ഇത് സ്ട്രഗിൾ ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ്. അങ്ങനെ നമ്മൾ ഷൈജ ഞാൻ ഉറപ്പിച്ചു ഇത് തന്നെ, യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഷൈജൻ മോൾ അഭിനയിച്ചു. ഷൈജനും നന്ദി പറയുന്നു. ഇനി ഷൈജൻ്റെ അഭിപ്രായം പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ഒരിക്കലും ഞാൻ വിചാരിച്ചല്ല ഇങ്ങനൊരു സംഭവം പ്രൊജക്റ്റ് ഉണ്ടാവുമെന്നും അല്ലെങ്കിൽ സംഭവം ചെയ്യുമെന്നും ഒരിക്കലും ഞാൻ വിചാരിച്ചല്ല. അഭിജയമായിട്ടൊരു ടീച്ചറിൻ്റെ ഡാൻസ് പ്രോഗ്രാമിന് അന്നാണ് ഞാൻ ശിവചേട്ടനെ ശരിക്കും പരിചയപ്പെടുന്നത്. അന്ന് ഞങ്ങൾ ജസ്റ്റ് സംസാരിച്ചു. അപ്പോൾ കാര്യങ്ങളൊക്കെ കുറേ സംസാരിച്ച് കഴിഞ്ഞാൽ ശിവചേട്ടനോട് നിന്ന് എന്താ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ ശിവചേട്ടൻ ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ഇട്ടു, ശിവചേട്ടാ ചേട്ടൻ ഇപ്പോൾ സിനിമയിലൊക്കെ ആണല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു ചാൻസ് നോക്ക് എന്നൊരു രീതിയിൽ ചേട്ടനോട് അങ്ങനെ ഒരു ഇത് മാത്രമേ സംസാരിച്ചുള്ളൂ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് എനിക്കൊരു കോൾ വരുന്നത്, ശൈജ ഇങ്ങനൊരു സംഭവമുണ്ട്, എങ്ങനെയാണ് താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു ശിവചേട്ടൻ ഞാനൊരു വാക്ക് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അതിൻ്റെ അകത്ത് എനിക്ക് വേറൊരു വാക്ക് ഞാൻ പറയില്ല, അത് ചേട്ടൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, പിന്നെ ഒരു കാര്യങ്ങളിലും ചേട്ടൻ്റെ ഫുൾ സ്വാതന്ത്ര്യത്തിൽ ചെയ്തോളാം, അല്ലാതെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെ ഒരു പ്രൊഡ്യൂസറായിട്ട് കാണരുത്, ശരിക്കും ആസ് എ ഫ്രണ്ട് നല്ലൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ചെയ്യുക, അതിൻ്റെ അകത്ത് ഒരു അഭിപ്രായം എന്നോട് ചോദിക്കരുതെന്ന് പറഞ്ഞു. ഫുൾ ഫ്രീഡത്തിൽ ഞാൻ ശിവചേട്ടന് വിട്ടുകൊടുത്തിരിക്കുന്ന സംഭവമാണ്. പക്ഷേ അത് ഇത്രത്തോളം ഹൈപ്പിലേക്ക് എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതൊക്കെ ഞാൻ ശിവചേട്ടനോട് നന്ദി പറയണം, കാരണം ഇത്രത്തോളം വരുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ശിവചേട്ടനോട് ഓൾറെഡി പറഞ്ഞിരിക്കുന്ന ദിവസമാണ്. പിന്നെ ഇതിലൊക്കെ ഉപരി എനിക്ക് നന്ദി പറയേണ്ടത് വത്സരാജിനോടാണ്. കാരണം ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിവചേട്ടനോട് പറഞ്ഞു ഇന്നാണ് ആംബിയൻസ്, ഇന്നൊരു പഴയ വീട് വേണം, കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ശിവചേട്ടാ അതിനൊക്കെ ഒരാളുണ്ട്, നമ്മുടെ ഫ്രണ്ട് തന്നെയാണ്. അപ്പം വത്സരൻ്റെ ഇടയ്ക്ക് ഇതിനു മുമ്പൊരു വീട് എനിക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണിച്ചെന്നൊരു ഇവരെ ഫ്രണ്ട്സെല്ലാം കൂടി ഇരുന്ന് പാട്ട് പാടിയൊരു വീടാണത് ശരിക്കും. അപ്പോൾ ഞാൻ വത്സരനോട് നമുക്ക് ആ വീടൊന്ന് പോയി സെറ്റിന് പറ്റിയതാണെന്ന് നമുക്ക് ശിവചേട്ടനോട് നോക്കാം എന്ന് പറഞ്ഞു. ശിവചേട്ടൻ നമ്മൾ ചർച്ച ചെയ്യുന്ന സംഭവമുണ്ട്, വന്ന് കാണുക. ശരിക്കും ഞങ്ങൾ പ്ലാൻ ചെയ്തിടത്തല്ല ഷൂട്ട് ചെയ്തത്. അതാണ് അതിൻ്റെ അകത്ത് വേറൊരു വ്യത്യസ്തമായിട്ടുള്ള സംഭവം. ഞങ്ങൾ ഫസ്റ്റ് കാണുന്ന വീടല്ല ശരിക്കും സീരിയലിൽ ഫിലിമിൽ വന്നിരിക്കണേ, എൻ്റെ തൊട്ടിപ്പുറത്തെ വീടാണ്. ആ ആംബിയൻസ് ശിവചേട്ടൻ്റെ പോകമൊക്കെ ആ പാടെ മാറി നമുക്കിവിടെ മതി, ഇതിന് ഇതിനകത്ത് വേറെ മാറ്റങ്ങളൊന്നുമില്ല, നമ്മൾ ചെയ്തു. അതിന് വത്സരാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും A to Z ഈ പ്രൊജക്റ്റ് തുടങ്ങുമ്പം തൊട്ട് ഈ നിമിഷം വരെ കൂടെ ഉണ്ട്. അതിന് വത്സരനോടും എല്ലാ അഭിനയിച്ച എല്ലാവരോടും ശിവചേട്ടനും പ്രത്യേകത ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നതിന് താങ്ക് യു വെരി മച്ച്. അതെ മോളാണ് കാസ്റ്റ് ചെയ്തത്. അതെ അതെ അതെ. ആളിനോട് കാര്യങ്ങൾ ഇങ്ങനെ കഥകളൊന്നും പറഞ്ഞൊന്നുമില്ല, ജസ്റ്റ് കഥ വൈഫിനെ വായിക്കാൻ കൊടുത്തു, വൈഫ് വായിച്ചു, അവളോട് ജസ്റ്റ് ഇങ്ങനെ ഇതായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എൻ്റെ ഒരു ധൈര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചറിൻ്റെ അണ്ടറിലാണ് അവൾ ഡാൻസ് പഠിക്കുന്നത്. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര പ്ലസ് പോയിൻ്റായി പോയി. അപ്പോൾ ടീച്ചർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കും എന്നുള്ളൊരു ഇതെനിക്കുണ്ട്. അപ്പോൾ ഞാൻ നേരെ ടീച്ചറിൻ്റെ വിട്ടേ ഉള്ളൂ, ഒന്നും ഞാൻ പറഞ്ഞില്ല, ടീച്ചറിനോടൊന്നും പറഞ്ഞില്ല. അപ്പോൾ അവൾക്കതൊരു സന്തോഷമായി. കാരണം അറിയാവുന്ന ഒരാൾ ടീച്ചർ കൂടെ അഭിനയിക്കുമ്പോൾ
ഫ്രീഡമായി. പിന്നെ ഈ പറഞ്ഞ പോലെ ശിവചേട്ടൻ പറഞ്ഞ പോലെ വേളാങ്കണ്ണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതായിരുന്നു ഞങ്ങളുടെ ഒരു എന്തെന്ന് പറഞ്ഞാൽ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അതായിരുന്നു. കാരണം ഞങ്ങൾ വേളാങ്കണ്ണി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് പോകാൻ 17-ാം തീയതി പോകാനിരിക്കുമ്പോഴാണ് ശിവചേട്ടൻ പറഞ്ഞത് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മൾ ചേട്ടൻ നടക്കില്ല, ഇങ്ങനെ തന്നെ പറഞ്ഞു, ചേട്ടൻ നടക്കില്ല, 17-ാം തീയതി വേളാങ്കണ്ണി നമ്മൾ ഒന്നിച്ചു പോകും, തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ ടീച്ചറിനും ആ ടൈമിൽ ഷൂട്ടുണ്ടായിരുന്നു, നെക്സ്റ്റ് മെയ് ഫസ്റ്റ് വീക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നും പറഞ്ഞ് അങ്ങനെയാണ് ശരിക്കും ഈ പ്രൊജക്റ്റ് ഓണായി വരുന്നത്. ഇതൊക്കെ ഒരു ദൈവനിമിത്തമുണ്ട്, വേളാങ്കണ്ണി മാതാവിൻ്റെ നിമിത്തങ്ങളുണ്ട്, ശക്തിയുണ്ട്. ശരിക്കും കാവിലമ്മയുടെ പൂജയും കാര്യങ്ങളും എല്ലാം. കാവിലമ്മയാണ് ശരിക്കും അതിനൊരു നിയോഗം. കാരണം ടീച്ചറിൻ്റെ പ്രോഗ്രാം അവിടെ വരാനും ശിവചേട്ടനെ പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരാനും പരിചയപ്പെടാനും അങ്ങനെയാണ് ശരിക്കും പ്രോജക്റ്റ് ഓണായി വന്നിരിക്കുന്നത്. ഞാൻ ഇത് ചെയ്യുമ്പോൾ ഫസ്റ്റ് എനിക്ക് ഒരു ഷോട്ട് വെക്കാൻ അവിടെ വെക്കണമെന്ന് അങ്ങനെ വരുമ്പോൾ കല്ല് കണ്ടില്ല, ഒരു കല്ല്, അത് ഭയങ്കര കല്ല ഇതാണത്. വേലൻ വേലത്തിൽ നിന്ന് പണ്ടത്തെ കഥയുണ്ടായിരുന്നു, ആ കഥയുടെ വേലൻ വേലത്തിയാണത്. അവിടെ വെച്ച് എനിക്ക് ഷൂട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഷോട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ ടീച്ചർ നടന്ന സീൻ, ആ നടന്നു വരുന്ന സീൻ അവിടെ വെച്ച കാര്യം അതുകൊണ്ടാണ്. കാരണം ഫസ്റ്റ് ഷോട്ട് അവിടെ ഭയങ്കര നല്ലൊരു ശക്തിയുടെ അമ്പലമാണത്. വത്സനെ കുറിച്ച് എനിക്ക് ഇതൊരു 12 അല്ലേ 12 വർഷത്തെ ഒരു പരിചയമാണ്. ഒരു കല്യാണത്തിന് വന്നതാണ് ഇവിടെ. കല്യാണത്തിന് വന്നപ്പോൾ വത്സൻ അപ്പുറത്ത് കൊണ്ട് എന്നെ നശിപ്പിച്ച് തന്നു. അന്ന് തുടങ്ങി ഞങ്ങൾ തുറന്നു തന്നെ കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ ചെന്ന് മദൻ്റെ അപ്പുറത്ത് കൊണ്ട് ഇതന്ന് ഞാൻ അടിച്ച് അന്ന് കമ്പനി ഞങ്ങൾ അവിടെ നിന്ന് കമ്പനി വിളിയും കാര്യങ്ങളും ഒക്കെ വന്ന് പിന്നെ വത്സൻ്റെ കുടുംബത്തിലേക്ക് വല്ല ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും, അങ്ങനെയൊക്കെ വിളിക്കും. പിന്നെ അത് വലിയൊരു ബന്ധമായിട്ട് മാറി. അങ്ങനെ മാറി പിന്നെ കുറച്ച് കാലത്തേക്ക് വിളിയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് വത്സന് പണിയൊന്നും ഉണ്ടായില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് വിളിക്കാൻ സാമ്പത്തികമില്ല, അതൊന്നും ഉണ്ടായില്ല. പിന്നെ ജോലിയൊക്കെ കിട്ടി സെറ്റൊക്കെ വന്നപ്പോൾ പിന്നെ വിളിച്ച് അങ്ങനെ അമ്പലത്തിൽ ഒരു പരിപാടിക്ക് ടീച്ചറിൻ്റെ ഡാൻസ് സമ്മാനം കൊടുക്കാൻ വന്ന് പിന്നെ അവിടെ നിന്ന് ആള് വീണ്ടും ഓണായി ലൈവായി. അങ്ങനെ പിന്നെ ഈ സ്ഥലം വീട് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്ന വീടാണ്, ഇങ്ങനത്തെ എൻ്റെ മനസ്സിൽ കിടക്കുന്ന വീട് ഇതുപോലുള്ളൊരു വീടാണ്, പഴയ വീടായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ചെന്ന് കാണിച്ചിന് തൊട്ടപ്പുറത്തെ വീടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം അത് കാണുമ്പോൾ അറിയാൻ പറ്റും അങ്ങനത്തെ ആംബിയൻസിലുള്ള വീടാണ്. ഒരു മിറ്റവും ഒരു കിണറും തൊട്ടിപ്പുറത്ത് വീട്ടിലെ അലക്കണ പുള്ളിക്കാരത്തിന് അവരുടെ സീൻ വേണം, അതൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ആംബിയൻസുള്ള അവിടെ എനിക്ക് കിട്ടി. നമ്മുടെ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചാൽ അങ്ങനെയുള്ള ഒറ്റ വീടാണ്. അതല്ല എനിക്ക് മെയിനായിട്ട് സംഭവിച്ചത്, നമുക്ക് ഒരു സാധനം ചെയ്യുമ്പോൾ ഈ ലൊക്കേഷൻ ഒന്നായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ബഡ്ജറ്റൊക്കെ മാറിപ്പോകും. കാരണം നമ്മൾ ഇവിടുന്ന് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 2 മണിക്കൂർ മാറും. 2 മണിക്കൂർ മാറുമ്പോൾ അത് വലിയൊരു പാടാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാം അവിടെ തന്നെ വേണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ക്ലൈമാക്സ് തൊട്ടിപ്പുറത്ത് വീട്ടിൽ ബാലിരുന്ന് സംസാരിക്കുന്നത്, തൊട്ടിപ്പുറത്ത് വീട്ടിൽ അയലോക്കാരുടെ വീട്, ഇവരുടെ വീട് എല്ലാം കൊണ്ടും അമ്പലം തൊട്ടരിയത്ത് ഇവിടെ ഒക്കെ നടന്നു പോകാനുള്ള ഇതുള്ളൂ. ഒക്കെ ചുറ്റോടെ തന്നെ മറ്റേ ഇവരുടെ സീനിൽ തൊട്ടപ്പുറത്താണ് എടുത്താണത്. ഒക്കെ എല്ലാം ദൈവം അതല്ല, അത് ദൈവം മറ്റേ ശക്തി എനിക്ക് എല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ ഒപ്പിച്ച് തന്നു. പെട്ടെന്ന് 2 ദിവസം കൊണ്ട് സംഗതി തീർക്കാൻ പറ്റി. 2 ദിവസം. അതിൽ ഏറ്റവും ഒരു സമയം ക്യാമറമാൻ ഫൈസിൽ വന്നിട്ടില്ല. ഫൈസിൽ ഇത് പറഞ്ഞ പോലെ നമ്മളെന്ത് പറയുന്നുവോ അത് അപ്പിടിക്കുന്ന ആൾ, ഇന്ന ഫ്രെയിമാണ് ശിവചേട്ടൻ ഇങ്ങനെ ചെയ്താൽ പോരെ, അത് നമ്മളെന്ത് പറയുമ്പോൾ അത് വേണ്ട ഇത് വേണ്ട അല്ല അങ്ങനെ വേണ്ട അങ്ങനെ ഇല്ല. അതിപ്പോൾ ഈ കൂടുതൽ ആരും ഇല്ല കേട്ടോ. നമ്മളിപ്പോൾ ടീച്ചറായാലും ഷൈനി ആയാലും ബാലനായാലും ആരായാലും നമുക്ക് ഇന്ന സാധനം ചെയ്യുമ്പോൾ ചില ആൾക്കാർ അയ്യോ അത് വേണം ചോദിച്ചാൽ അതെനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പോകുമ്പോൾ. കാരണം ഷോർട്ട് ഫിലിമാണ്, എന്നാലും സിനിമയുടെ ചെറിയ കട്ടുന്ന മാത്രമേ ഷോർട്ട് ഫിലിം, അതുപോലെ ചെയ്യണം നമ്മൾ. അപ്പോൾ ആരും എന്നോട് അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നല്ലാതെ എനിക്ക് ഇത് അങ്ങനത്തെ നടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മിണ്ടാൻ പറ്റില്ല, അതെനിക്ക് ആ ഡയലോഗ് എനിക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മളെന്ത് പറയുന്നുവോ ഷൈനി ഇന്ന ഡയലോഗാണ് പറയുമ്പോൾ ചെയ്യാട്ടാ ചേച്ചി ഇന്ന രീതിയിൽ ഫേസിൽ വരണം, ബാല ആ പണിയെടുത്ത് പൊക്കണം, റെഡി വയറ്റത്തിരി പിടിക്കാം അല്ല ഞാൻ എന്നിട്ട് പറഞ്ഞല്ല അങ്ങനെ എല്ലാം. ആരും എന്നോട് ഒരു കാര്യം പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ ക്യാമറമാനായാലും പറഞ്ഞ ക്യാമറമാനായാലും അത് ചെയ്യാൻ തരുമ്പോൾ സൂചന ചെയ്യാം. അത് ഇപ്പോൾ എനിക്ക് ഇന്ന സാധനം വേണം, അല്ലെങ്കിൽ ഇന്ന വീട് വേണം, അല്ലെങ്കിൽ എനിക്ക് അത് വേണം, അപ്പോൾ റെഡിയാണ്. അതൊക്കെ ഇവരെല്ലാം കൂടെ ഈ ഒരു ബെൽറ്റാണ് ഞങ്ങളുടെ ഇത്. പിന്നെ ഒരു കാര്യം എനിക്ക് ചോദിച്ചാൽ റോള് തന്നിട്ടുണ്ട്, അത് ശരിക്കും തിരക്കഥയിൽ ഇല്ല.
കാരണം എനിക്ക് മനസ്സിൽ കാരണം ഈ വിഷമം തോന്നി. കാരണം ഇപ്പം മാത്രം ഒന്നും അഭിനയിച്ചില്ലല്ലോ, അന്ന് പിന്നെ പണി കൊടുക്കണമല്ലോ ഞാനും കരുതി. അത് അപ്പം തന്നെ സാധനം അവിടെ എഴുതി കൊടുത്തതാണ്. അത് ആ സീൻ, കാരണം എനിക്കറിയാം ആ സീൻ ഒരിക്കലും കട്ടായി പോകില്ലെന്ന്. എന്ത് കാരണം മാത്രമല്ല, ഇപ്പം നമ്മൾ റീൽസ് ഇടുകയാണെങ്കിൽ പോലും ആ റീൽസിൽ അതായിരിക്കും ഹൈലൈറ്റ്. ഷൈജൻ്റെ സീൻ എന്ന് പറഞ്ഞാൽ ബാലൻ്റെ സീൻ എടുക്കുന്ന സമയത്ത് അവിടെ ഒറിജിനൽ സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ കാരണം ഞങ്ങൾ അതിൻ്റെ ഓണർ വന്ന വീടിൻ്റെ ഓണർ വന്ന് നേരെ ക്യാമറ മുമ്പിൽ വണ്ടി വെച്ച് എന്താണ് പരിപാടി, എന്താ കാര്യത്തിന് കുഞ്ഞ് ഒച്ചപ്പാടും മകളൊക്കെ ആയി ഷൂട്ട് നിർത്തി. ലാസ്റ്റ് വത്സം വന്ന് സംസാരിച്ചപ്പോൾ പുള്ളി ലാസ്റ്റ് ഞാൻ വീട് തുറന്നോ അകത്ത് ഷൂട്ട് ചെയ്യണ്ട, കാരണം ഇല്ലേ മല പോലെ വന്ന് എലി പോയെന്ന് പറഞ്ഞോണ്ട് പുള്ളി ഉണ്ടായില്ല, ആരറിയില്ല. പെട്ടെന്നൊക്കെ ഇവൻ ചെല്ലുമ്പോ ബാഹുബലി ഇങ്ങനെ പെണ്ണിട്ടുണ്ട്. ആ പിടിച്ച സമയത്ത് പുള്ളി എന്താ വണ്ടി നേരെ കൊണ്ടുവന്ന് ക്യാമറ നിർത്തി സിനിമ സ്റ്റൈലേ കൊണ്ടു വെച്ച് എന്താ പറയുക. അപ്പോൾ എനിക്ക് സംഭവം നമുക്ക് അത്ര കഴിഞ്ഞ് നമുക്ക് മനസ്സിലായപ്പോൾ നമ്മൾ ചേട്ടാ ഇന്ന സംഭവം എന്ത് സംഭവം ആരും എന്ത് എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒച്ചപ്പാടായി. നമ്മൾ ശരി മത്സരമാ സംസാരിക്കാൻ പറഞ്ഞ മത്സരം ഒന്ന് സംസാരിച്ച് സംഗതി ഓക്കെ ആക്കി. പേടിയായത് വത്സേട്ടന്റെ ആളുകളാണെന്ന് പറഞ്ഞ പുള്ളി ഏത് പുള്ളി പേടിച്ചു പോയി. ഇനി അവിടെ പുള്ളി പേടിച്ചു പോയി. ലാസ്റ്റ് പേടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ കോപ്പറേറ്റിൽ കുറേ ആൾക്കാർ വരുന്നു, എന്തൊക്കെ കോപ്പറേറ്റ് നാളെ പേരിൽ പ്രശ്നം തൂങ്ങി ചത്ത കൊണ്ടാടായില്ലേ, അതിൻ്റെ പേരിൽ പുള്ളി പ്രശ്നം ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. അങ്ങനെ